ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് ഡെക്കോറാണ്. നമ്മൾ കുറേ സാധനങ്ങൾ മേനിങ്ങയിൽ പോയിട്ട് കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ കുറച്ച് സാധനങ്ങൾ നമുക്കിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂടാണ്ട് നമുക്കിപ്പോൾ ബാക്കി ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മൾ മേനികയിൽ നമ്മുടെ മീത്ത ബസാറില്ലേ അവിടെ പോയിട്ട് മേടിച്ചു. കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞ സൺഡേ പോയി വാങ്ങിയായിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ നമ്മൾ ആഡ് ചെയ്തിലേക്ക് ബബിൾസ് പോലെയുള്ളതും നമ്മുടെ സ്റ്റാർ, അതുപോലെ തന്നെ നമ്മുടെ ഗിഫ്റ്റ് മിഠായിസില്ലേ അത് ആ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ട്രീയിലേക്ക് ഒന്ന് ഡെക്കോർ ചെയ്ത് കൊടുത്ത്, പിന്നെ ട്രീ ഓൾറെഡി നമുക്കിവിടെ ഒരു 2-3 വർഷമായിട്ടുള്ളതാണ് കേട്ടോ. അത് നമ്മൾ മാറ്റിയിട്ടില്ല. ഓൾറെഡി ഉള്ള ട്രീ തന്നെയാണ് വെച്ചത്. ട്രീ ഇപ്രാവശ്യം മാറ്റിയിട്ടില്ല, സെയിം ട്രീ തന്നെയാണ്. അപ്പം നമുക്ക് എന്തായാലും എത്തുന്നില്ലെന്നില്ലാന്നുണ്ടെങ്കിലും നമ്മൾ പറ്റണ പോലെയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പറ്റുന്ന പോലെ ചെയ്തു. പിന്നെ നമ്മുടെ പുൽക്കൂടൊക്കെ നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മൾ അതൊന്നും മേടിച്ചില്ല. തെർമോക്കോളും നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ വെച്ച് പെയിൻ്റൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത്. പിന്നെ നമ്മുടെ രൂപങ്ങളും ഒക്കെ നമുക്കിവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, നേരത്തെ യൂസ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു, അതും വെച്ചു. പിന്നെ അത് കൂടാതെ നമുക്ക് സ്നോക്ക് വേണ്ടിയിട്ട് കുറച്ച് പഞ്ഞിയൊക്കെ നമ്മൾ മേനകിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ വെച്ച് വാട്ടർഫോൾസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തെടുത്താണ്. മോട്ടർ മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്താണ് ആ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ. അതൊക്കെ കാണാനായിട്ട് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഒരു ലൈറ്റിങ്ങും ആ ഒരു വാട്ടർഫോൾസും നമ്മുടെ പുൽക്കൂടും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. കാരണം അന്ന് നമ്മളിങ്ങനെ നോക്കി നിൽക്കായിരുന്നു. കാരണം എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും നല്ല പ്രത്യേക ഒരു ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ അത് കൂടാതെ നമ്മൾ പുറത്തേക്ക് നമ്മുടെ ട്രീസിലൊക്കെ കുറച്ച് ഡെക്കോർ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതും കൂടെ നമ്മൾ ഡെക്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഡോറിൽ വെച്ചിരിക്കുന്ന മെരി ക്രിസ്മസിൻ്റെ ഇത് നമ്മൾ മേടിച്ചതല്ല, ഓൾറെഡി വീട്ടിൽ തന്നെ സാധനങ്ങൾ വാങ്ങി നമ്മൾ ഉണ്ടാക്കിയതാണ്. ട്രീ ഞങ്ങൾ ഡെക്കോർ ചെയ്ത് എല്ലാം സെറ്റാക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫൈനലി നമ്മുടെ ട്രീ ഇതേ ഈ കാണുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഇതുപോലെയാണ് എല്ലാ സാധനങ്ങളും, ലൈറ്റിങ്ങും എല്ലാം ഇട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ട്രീ കംപ്ലീറ്റ് ഈ ഒരു ലുക്കിലാണ് ഉള്ളത്. നമുക്ക് ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്നതും മേടിച്ചതും എല്ലാം കൂടെ സെറ്റാക്കിയതാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ മേളിൽ ഈ കാണുന്ന സാധനങ്ങൾ കുറച്ച് ഡെക്കോർ ചെയ്തിരിക്കുന്ന തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ നമ്മൾ മേടിച്ചതാണ്. പിന്നെ ആ ഗോൾഡൻ ലൈറ്റൊക്കെ നമുക്ക് ഓൾറെഡി ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. പിന്നെ മേളിൽ കാണുന്ന ഒരു പല കളർ വരുന്നൊരു ലൈറ്റില്ലേ, അത് നമ്മൾ മേടിച്ചതായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം പോയ സമയത്ത് മേടിച്ചതാണ് ആ ഒരു പല കളർ വരുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ കാണാൻ നല്ല രസമില്ലേ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. കാരണം ഇത് കാറ്റൊക്കെ വരുന്ന സമയത്ത് നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്ന കാണാനൊക്കെ നല്ല രസമാണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ ചിക്കനും ബീഫ്, പിന്നെ താറാവ് ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബീഫാണ് കേട്ടോ. ബീഫ് ഇതിപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റൂവിന് വേണ്ടിയിട്ട് മേടിച്ച്, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ബീഫ് വരട്ടിയെടുക്കാനും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ വെക്കുന്ന പോലെയൊക്കെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, ഇഞ്ചി. ആദ്യം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുക ചെയ്ത് കേട്ടോ. ഈ സാധനങ്ങളും ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് പെരട്ടിയെടുത്തിട്ട് അത് നമ്മൾ വേവിക്കാനായിട്ട് മാറ്റി വെച്ചു. കുറച്ച് വെള്ളവും കൂടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് നമ്മൾ സ്റ്റൂവിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. ഇത് വേവിച്ച് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റൂവിന് വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ നമ്മൾ ചിക്കൻ വറുത്തിട്ടാണ് കറി വെച്ചത്. അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് ചിക്കനിൽ നമ്മളുടെ മസാല സെറ്റ് ചെയ്തെടുത്തത്, അതായത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പില അത് മിക്സിയിലിട്ട് അരിഞ്ഞെടുത്തിട്ട് നമ്മുടെ ചിക്കൻ മസാല, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചുമപ്പ് മുളകില്ലേ പൊടിച്ചത് അതുകൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അതിനുശേഷം നമ്മുടെ ചിക്കന് അതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ട് ചിക്കൻ അതിലേക്ക് എല്ലാത്തിലേക്കും മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. കുറച്ച് നേരം എന്നിട്ട് രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ജസ്റ്റ് അതൊന്ന് വറുത്തെടുക്കുക. ഒരു ഹാഫ് കുക്ക് ആവണ വരെ വറുത്തെടുക്കുക. അപ്പം നമ്മൾ
ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മുടെ പൈനാപ്പിൾ ഓൾറെഡി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പം നമ്മളത് പകുതി എടുത്ത് സ്ലൈസാക്കി എടുത്തിട്ട് നമ്മുടെ ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് മിക്സാക്കി എടുത്ത് നമ്മളതെല്ലാവരും കഴിക്കുകയാണ്. ഇതിപ്പോഴും കാണുമ്പോഴത്തേക്കും എനിക്ക് നമ്മൾ മേനകയിൽ പോണതാണ് ഓർമ്മ തന്നെ. മേനകയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കുറേ ചേച്ചിമാർ ഇതിങ്ങനെ കുറേ പാത്രങ്ങളിലാക്കി കൊണ്ടുനടന്ന് വിൽക്കണതാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്കിതിങ്ങനെ ഇവിടെ ഇരിക്കണ അപ്പോൾ ആ ഓർമ്മയാണ് വന്നത്. അങ്ങനെ ഞാൻ അതെടുത്ത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ സെറ്റാക്കി എടുത്ത് എല്ലാവർക്കും കൊണ്ടേ കൊടുത്താണ്. പിന്നെ ഇത് താറാവ് കറിയാണ് കേട്ടോ. താറാവ് സെറ്റാക്കണേ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഞാനത് പകുതി വെച്ച് ആഡ് ചെയ്ത് കയറ്റിയതാണ് ഇതിൻ്റെ കൂടെ. പിന്നെ നമ്മൾ ചിക്കനാണ് ഉണ്ടാക്കിയത്. ചിക്കൻ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, സവോള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഇട്ട് അത് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുത്ത് ആ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ ഈ സാധനങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ, ആ ചിക്കനും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ തക്കാളി ഇട്ട് ജസ്റ്റ് അത് നല്ലപോലെ ഒന്ന് വരണം കേട്ടോ. നല്ലപോലെ ഒന്ന് അങ്ങനെ വഴറ്റിയെടുത്ത് എനിക്ക് ഈ കളറിൽ കണ്ടെങ്കിൽ നമുക്കെപ്പോഴും സാറ്റിസ്ഫാക്ഷനാണ് ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഈ വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് അതിലേക്ക് മിക്സ് ചെയ്ത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി സെറ്റായി. പിന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വെള്ളയപ്പം ഉണ്ടാക്കിയായിരുന്നു. വെള്ളയപ്പം സ്റ്റൂ കറി ഉണ്ടായിരുന്നു. പിന്നെ ബ്രെഡ് അതുപോലെ പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്കിവിടെ ഓരോരുത്തർക്കും ഓരോരോ സാധനങ്ങളാണ്. അതുകൊണ്ടിട്ട് നമ്മൾ വെള്ളയപ്പം ഉണ്ടായിരുന്നു, പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ അതുപോലെ ബ്രെഡ് ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തേക്ക് മോരുകറി ഉണ്ടായിരുന്നു. മോരുകറിയും പിന്നെ ബീഫ് വരട്ടിയതുണ്ടായിരുന്നു. ബീഫ് വരട്ടിയത്, മോരുകറിയും, പിന്നെ നമ്മുടെ ഈ ചിക്കൻ കറി ഉണ്ടായിരുന്നു, താറാവ് കറി ഉണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ബീഫ് നമ്മൾ അല്ലാതെ തന്നെ കുറച്ച് മാറ്റി കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇത് കേട്ടോ, ബീഫാണിത്. ഇത്രയും സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ